RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഡേറ്റിനെ കുറിച്ച് ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്. നമ്മൾ ഏത് റെയിൽവേ വീഡിയോസിൽ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ താഴെ കമൻറ്റ് വരുന്നത് RRB ജെയുടെ എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, RRB ജെയുടെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് വെച്ചിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്ഷൻ തന്നെയാണ് ഈ ഒരു എക്സാം ഡേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് ഒഫീഷ്യൽ ഡേറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിലവിലുള്ള ഡേറ്റ വെച്ചിട്ട്, അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കലണ്ടറും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻസുകളൊക്കെ നോക്കുന്ന സമയത്ത് റെയിൽവേയുടെ എക്സാം ഡേറ്റ് എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അതായത് നിങ്ങളിപ്പോൾ BTech പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ, ഡിപ്ലോമ പാസ് ഔട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ 2025 ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം നേരത്തെ പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോമ്പറ്റീഷനിൽ മുന്നോട്ട് വരാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിലെ വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതൊരു ടെക്നിക്കൽ എക്സാംസ് എടുക്കുകയാണെങ്കിലും അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ 13,000-ഓളം വേക്കൻസീസാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ മാത്രം വന്നിട്ടുള്ളത്. അതേപോലെ നല്ലൊരു വേക്കൻസി ഇത്തവണയും വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെയിൽവേയിൽ പുതുതായിട്ട് 100,000-ഓളം പുതിയ തസ്തികകൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 95,000-ഓളം തസ്തികൾ പുതുതായിട്ട് സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ റെയിൽവേ ജൂനിയർ എഞ്ചിനീയേഴ്സിൻ്റെ പ്രൊമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തവണ വീണ്ടും നല്ല രീതിയിൽ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേക്കൻസീസ് വരും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ വർഷവും എക്സാം നടത്തുന്നതോടുകൂടി വേക്കൻസീസ് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വർഷം നടത്തുമ്പോൾ എന്തായാലും ഒരു 10 വർഷത്തെ ഗ്യാപ്പിലൊക്കെ നടത്തുന്ന അത്രയും വേക്കൻസി ഇല്ലെങ്കിലും വേക്കൻസിയിൽ വലിയ കുറവുകളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ RRBയുടെ ടെക്നീഷ്യൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിലും അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. ALPയുടെ വേക്കൻസി നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. പിന്നെ അത് റിവൈസ്ഡ് ആയിട്ട് പിന്നെയും വേക്കൻസി അപ്ഡേറ്റ് ആയിട്ട് പിന്നെയും വരാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ള ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇത് ഞങ്ങളുടെ എഴുതിയിരിക്കുന്നത് RRBയുടെ പോസ്റ്റുകളെ കുറിച്ചാണ്. RRBയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, RRBയുടെ ടെക്നീഷ്യൻ, അതേപോലെ തന്നെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ. ഈ 3 പോസ്റ്റുകളാണ് മിക്കവാറും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ NTPC മറ്റ് പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ 3 പരീക്ഷകളാണ് ഡിപ്ലോമ, BTech, ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഒരേപോലെ വെയിറ്റ് ചെയ്യുന്ന എക്സാം. അപ്പോൾ RRBയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ എക്സാം കലണ്ടറിൽ റെയിൽവേ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഡിസംബറോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെയിൽവേ 2025 എക്സാം കലണ്ടർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം കലണ്ടറിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാനുവരി മാർച്ച് എന്നുള്ള ഡേറ്റ് ആണ്. അതായത് ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ആയിരിക്കും ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഡേറ്റയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യമായിരുന്നു എക്സാം കലണ്ടറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വൽ എക്സാമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് ഏപ്രിൽ 12 ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ജാനുവരി മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും തൊട്ടടുത്ത മാസം ഏപ്രിലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ റെയിൽവേ പറഞ്ഞ കാര്യത്തിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആണെന്ന് പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് 29 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നോട്ടീസ് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് ഏപ്രിൽ 12. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി 29/3/2025 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ALPയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് റെയിൽവേ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 12 മുതൽ മെയ് 12 വരെയായിരുന്നു അന്ന് സമയം ഉണ്ടായിരുന്നത്. പിന്നീട് അത് കുറച്ചുകൂടി ഡേറ്റ് നീട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മെയ് 20 വരെയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഡേറ്റുമായി ബന്ധപ്പെട്ട്, അതായത് ALP എക്സാമിൽ റെയിൽവേ പ്രോമിസ് ചെയ്തിട്ടുള്ള റെയിൽവേ കലണ്ടറുമായിട്ട് ഏറെക്കുറെ മാച്ച് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ RRBയുടെ ടെക്നീഷ്യൻ എക്സാം എപ്പോഴും ഈ ഒരു പാറ്റേണിലാണ് വരിക. ആദ്യം ALP വരും,
പിന്നെ ടെക്നീഷ്യൻ വരും, പിന്നെ JE വരും, പിന്നെ NTPC, അങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയ സമയത്ത് രണ്ടാമത് വന്ന എക്സാം എന്ന് പറയുന്നത് RRBയുടെ ടെക്നീഷ്യൻ എക്സാമാണ്. ടെക്നീഷ്യൻ എക്സാമിൻ്റെ എക്സാം കലണ്ടറിൽ പറഞ്ഞ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ജൂൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏപ്രിൽ ജൂൺ, അതായത് ഏപ്രിൽ ജൂണിൻ്റെ ഇടയിൽ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. RRBയുടെ ടെക്നീഷ്യൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 28. അതായത് അവർ വീണ്ടും റെയിൽവേ എന്ത് ചെയ്യാണ്, ഇവിടെ പ്രോമിസ് ചെയ്ത ഡേറ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞു. അതിൽ ജൂണിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യൻ്റെ കേസിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതേ ഡേറ്റിൽ തന്നെ അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഡേറ്റ അനാലിസിസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം അതിൻ്റെ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബിലി ഇത് മാർച്ചിൽ വന്നു, ഇത് ജൂണിൽ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ എക്സാം വരാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും എന്നുള്ളത് തന്നെയല്ലേ. അതായത് സെപ്റ്റംബറിലായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെത് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ഇവിടെ മാർച്ച് 29, അതായത് മാർച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഈ പറഞ്ഞ മെയ് 12 അപ്ലിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടി വേഗത്തിൽ എന്ത് വന്നിട്ടുണ്ട്, കാരണം ഇതിൻ്റെ നോട്ടീസ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതായത് ജൂൺ 18 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടീസ് വന്നിട്ടുണ്ട്. ഓക്കെ, ജൂൺ 18 അപ്പോൾ കഴിഞ്ഞ ദിവസം ജൂൺ 16 എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടീസ് വന്നിട്ടുണ്ട്. 16/6 നോട്ടീസ് വന്നിട്ടുണ്ട് കേട്ടോ, 16/6 നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി നേരത്തെ ആയിട്ടുണ്ട് അല്ലേ, കുറച്ചുകൂടി നേരത്തെ ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സെപ്റ്റംബർ കഴിയാൻ ഒരു സാധ്യതയില്ല, സെപ്റ്റംബറിൻ്റെ മുന്നോട്ട് പോകാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. പക്ഷേ സെപ്റ്റംബറിൻ്റെ പുറകിലേക്ക്, അതായത് ഇവിടെ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണല്ലേ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണല്ലേ. അപ്പോൾ അതിൽ മോസ്റ്റ് പ്രോബബിലി സെപ്റ്റംബറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഡാറ്റ അനാലിസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എങ്കിൽ ഓഗസ്റ്റിലേക്കും വന്നുകൂടായികയില്ല, ജൂലൈയിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് വേക്കൻസി അസസ്മെൻ്റ് ആണ്. അതായത് ജൂനിയർ എഞ്ചിനീയറിൽ ഇത്തവണ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അസസ്മെൻറ്റ് എല്ലാ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു PDF അതിൻ്റെ ഒരു നോട്ടീസൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നടന്നിട്ട് സെപ്റ്റംബറിൽ നോട്ടീസ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റിലായി കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനി ഒരുപാട് സമയമൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഇത്തവണ വിളിക്കില്ലേ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമാണോ എക്സാം വരിക, അങ്ങനെ ഒരു ടെൻഷനോ കൺഫ്യൂഷനോ ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ കഴിഞ്ഞ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിയാതെ പോയ ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അടുത്ത തവണത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത്തവണത്തെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ മാർക്ക് കുറഞ്ഞ ഒരാളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീണ്ടും എന്ത് ചെയ്യാണ്, RRB ഒരു ഓപ്പർച്യൂണിറ്റിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അത് നേടിയെടുക്കാനുള്ള അതിൽ ഏറ്റവും മികച്ച റാങ്ക്, ഒരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഒരു 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് നഷ്ടമായി വിചാരിക്കുക. നിങ്ങളുടെ പരിശ്രമം അവസാനിപ്പിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ നിങ്ങളായിരിക്കും ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. ആ റീജിയനിൽ ഒരു RRB റീജിയനിൽ ഏറ്റവും ടോപ്പറായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതിൽ നിരാശപ്പെടേണ്ട. അതേപോലെ പുതുതായിട്ട് BTech ഈ ഒരു വർഷം പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ നിങ്ങൾക്കൊരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 7 മാസത്തിനുള്ളിൽ ഒരു സർക്കാർ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച അവസരം തന്നെയാണ് RRB ജൂനിയർ എഞ്ചിനീയർ. കാര്യം ഒരുപാട് വൈകില്ല. നമ്മൾ PSC നോക്കുമ്പോൾ വലിയൊരു ചേഞ്ച് ഒന്നും വരില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രോസസ്സുകളും നോട്ടിഫിക്കേഷനും അതിൻ്റെ എക്സാംസും അതിൻ്റെ എല്ലാ പ്രോസസ്സും വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 6 to 8 മന്ത്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ജോലിയിൽ എത്താൻ സാധിക്കും. അതൊരു നല്ല അവസരമാണ്. സോ BTech കഴിഞ്ഞ ആളുകൾക്ക്, അതേപോലെ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ നമ്മൾ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ ബാച്ചിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റാങ്ക് നേടിയെടുക്കുക, ജോലി നേടിയെടുക്കുക എന്നുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സിലെല്ലാം നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻട്രിയുടെ RRB ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.